ഒത്തുതീർപ്പായ കേസിൽ വാറണ്ട് ഓർഡറുമായി അർദ്ധരാത്രിയിൽ വീട്ടിൽ കയറി പോലീസ് ഗൃഹനാഥനെ കസ്റ്റഡിയിലെടുത്തു. കൊല്ലം പള്ളിമൺ സ്വദേശി അജിയുടെ വീട്ടിലാണ് ചാത്തന്നൂർ CAM സംഘവും എത്തിയത്. തന്റെ പേരിൽ കേസില്ല എന്ന് പറഞ്ഞിട്ടും വീട്ടിൽ കയറി പോലീസ് അതിക്രമം നടത്തുകയായിരുന്നു എന്നാണ് അജിയുടെ പരാതി. ഷമീറാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. ഷമീർ, എന്താണ് ഈ സംഭവത്തിന്റെ ആധാരം? ക്രൈം നമ്പർ 550/2013 ഒരു കടത്തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു കട കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിന്റെ പേരിൽ അജിയുടെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് ഓൾറെഡി കോടതി തള്ളിയ കേസാണ്. ആ കേസ് നിലവിലില്ല. ഈ കേസിലൊരു വാറണ്ടുമായിട്ടാണ്, അതായത് തള്ളിപ്പോയ കേസിലൊരു വാറണ്ട് ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ഈ വാറണ്ടുമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് ചാത്തന്നൂർ CA അനൂപും പോലീസുകാരും ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. അതും 12 മണിക്കാണ്. കൊടും ക്രിമിനലുകളെ പിടികൂടുന്നത് പോലെ പള്ളിമൺ സ്വദേശി അജിയെ വീട്ടിൽ നിന്നും പിടികൂടിക്കൊണ്ടു പോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. സ്വന്തം ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ ഏതോ വലിയ പാതകം ചെയ്തതുപോലെ അദ്ദേഹത്തെ ആ വീട്ടിൽ നിന്നും ബലമായി ഈ CA പിടികൂടി കൊണ്ടുപോകുന്ന അതാണ് ദൃശ്യങ്ങളിൽ നിന്നുള്ളത്. ആ മകൾ ഉറക്കെ കരഞ്ഞിട്ട് പോലും, ആ മാതാവ് ഉറക്കെ കരഞ്ഞിട്ട് വരെ പേരിൽ കേസില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇത്തരത്തിൽ ഈ CA ക്രൂരമായൊരു നടപടി അജിയോട് കാണിച്ചു. എന്നിട്ട് മണിക്കൂറുകളോളം ഇയാളെ ജീപ്പിൽ കറക്കിയ ശേഷം ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇയാളൊരു പ്രമേഹ രോഗിയാണ്, ഇയാൾക്ക് ദേഹം കുഴയുന്നു, വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം പോലും കൊടുക്കാതെ മണിക്കൂറുകളായി ഇദ്ദേഹം അവിടെ പിടിച്ചു നിർത്തിയ ശേഷം പിന്നീട് വെള്ളം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പുലർച്ചയോടുകൂടി ഇദ്ദേഹത്തെ പറഞ്ഞയക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ചാത്തന്നൂർ പോലീസിനോട് നമ്മൾ ഈ ഒരു വിശദീകരണം തേടിയപ്പോൾ ചാത്തന്നൂർ പോലീസ് പറയുന്നത് വാറണ്ട് കേസിലെ ഒരു പ്രതിക്കെതിരെ വാറണ്ട് കേസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ പ്രതിയെ അന്വേഷിച്ച് പോലീസ് പോകുന്നത് സ്വാഭാവികമാണ്. ആ നടപടിക്രമങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ കേസ് ഇപ്പോൾ നിലനിൽപ്പുണ്ടോ അല്ലെങ്കിൽ ഈ കേസ് കോടതിയിലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ചാത്തന്നൂർ പോലീസ് തയ്യാറായില്ല. പകരം ഒരു കൊടും ക്രിമിനലിനെ പിടികൂടുന്നത് പോലെ ആ വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അയാളെ പിടികൂടി അയാളുടെ വസ്ത്രമിടാൻ പോലും അനുവദിക്കാതെ മകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ബലാത്കാരമായി പിടികൂടിക്കൊണ്ടു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും പള്ളിമൺ സ്വദേശി അജി ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാൽകൃഷ്ണ, ഈ പോലീസ് സ്റ്റേഷൻ, അതായത് ചാത്തന്നൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ ഇല്ല. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ടായിരുന്നു. അതിനുശേഷം പുതുതായി ഒരു പോസ്റ്റിംഗിലേക്ക് ഒരു അസിസ്റ്റന്റ് കമ്മീഷണറെ നിയോഗിച്ചിട്ടില്ല. ഈ CAയ്ക്കും ഈ ചാത്തന്നൂർ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനുകൾക്ക് ഒന്ന് നിയന്ത്രിക്കാൻ ഒരു നിയമപാലകൻ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതാണ് ഇതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പോലീസ് സേനയിൽ നിന്ന് തന്നെ അഭിപ്രായമുണ്ട്. എന്തായാലും ഈ CAയുടെ നടപടിക്കെതിരെ ഇതിനു മുമ്പും നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ CAയുമായി ബന്ധപ്പെട്ട് ഉള്ള പരാതികൾ നിരവധിയാണ്. ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ആളുകളോട് വളരെ അവമര്യാദയായിട്ടാണ് പെരുമാറുന്നത്. എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം വളരെ ഗൗരവമാണ്. ഒരു 12 മണിക്ക് ഒരു മധ്യവയസ്കനെ വീട്ടിൽ നിന്ന് പിടികൂടി കൊണ്ടുപോവുക, ആ കേസ് കോടതി നിലവിലുണ്ടോ എന്ന് പരിശോധിക്കാതെ യാതൊരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാതെ ഒരു വാറണ്ട് മാത്രം ഇരുന്ന ഒരു കേസിൽ ഒരാളെ വീട്ടിൽ നിന്നും ബലാത്കാരമായി പിടിച്ചുകൊണ്ടു പോകുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട്, ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അജി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ലാൽകൃഷ്ണ. യെസ്, ചാത്തന്നൂർ CAയ്ക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. അർദ്ധരാത്രിയിൽ വീട്ടിൽ കയറി ഒരു മധ്യവയസ്കനെ കയ്യാമം വെച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.